Hi friends, welcome to Garam Masala, the magic spices of cooking. സേമിയ കട്ട്ലറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബേർഡ് നെസ്റ്റ്. ഇന്ന് നമുക്ക് വെജിറ്റബിൾ കിളിക്കൂട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: സേമിയ 2 കപ്പ്, വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ 1 കപ്പ്, ക്യാരറ്റ് 1/2 കപ്പ്, മല്ലിയില, സവാള 1 കപ്പ്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് ക്രഷ് ചെയ്തത് 1/4 ടീസ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, നെയ്യ് 1 ടീസ്പൂൺ, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ചൂടായ പാനിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് സേമിയ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഈ സേമിയയെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള, ഒരൽപ്പം ഉപ്പ് ഇവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ, ക്യാരറ്റ് ഇവ ചേർക്കണം. ഈ മസാലയും ക്യാരറ്റും പൊട്ടാറ്റോയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില സ്പ്രിങ്കിൾ ചെയ്യാം. അടുത്തതായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ മസാലയും സേമിയയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിപ്പൊടിയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരുവത്തിലോട്ട് ഇതിനെ മാറ്റണം. ആവശ്യമെങ്കിൽ ഒരൽപ്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം വെജിറ്റബിൾ സേമിയ മിക്സ്ചറിനെ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ബോൾ കൂടെ തയ്യാറാക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കണം. ഇനി ഈ വെജിറ്റബിൾ ബോളിനെ നമുക്ക് റൈസ് ബാറ്ററിൽ മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ സേമിയയിൽ റോൾ ചെയ്യണം. റൈസ് ബാറ്ററിന് പകരമായി ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കിയെടുത്താലും മതിയാകും. വെജിറ്റബിൾ ഡിഷ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റൈസ് ബാറ്ററിൽ മുക്കിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. സേമിയ ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. സേമിയ ക്രിസ്പിയായി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു കിച്ചൺ ടിഷ്യൂവിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് സേമിയ കട്ട്ലറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ കിളിക്കൂട് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.